അയല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു തക്കാളി, ആവശ്യത്തിന് തേങ്ങ. ഈ തേങ്ങ നന്നായി വറുത്തെടുക്കാം. തേങ്ങയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ട് വരാം. ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഇനി ആവശ്യത്തിന് പുളിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കുക. പുളിവെള്ളത്തിൻ്റെ പച്ചമണം മാറുന്നവരെ തിളപ്പിച്ചെടുക്കണം. ഇത് എണ്ണയിൽ വാട്ടേണ്ട ആവശ്യമൊന്നുമില്ല, തിളപ്പിച്ചെടുത്താൽ മതി. പുളിവെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. വറുത്തരച്ച തേങ്ങയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ട് മീനിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് മീനിട്ട് കൊടുക്കാം. കറി തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. മീനെല്ലാം നന്നായി വെന്ത് നമുക്ക് കടുക് വറുത്തിടാം. എണ്ണ ചൂടായി, കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉലുവ, 2 കറിവേപ്പില. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയ അയലക്കറി. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം.